ഷിഫ്റ്റ് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ വായി നോക്കി നടന്നപ്പോഴാണ് ഞാൻ ആ ഒരു സംഭവം കണ്ടെത്തുന്നത്. അങ്ങ് അറ്റത്ത് നമുക്ക് ആ കടൽ കാണാമായിരുന്നു കേട്ടോ, ആ തേരിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കടലും കണ്ട് വീഡിയോ എടുത്തിട്ട് ഓടി ബസ് സ്റ്റോപ്പിലോട്ട് പോയപ്പോഴേക്കും കറക്റ്റ് ടൈമിൽ തന്നെ ബസ് ഭാഗ്യവശാൽ വന്നിട്ടുണ്ട്. നമുക്ക് ബസ്സിനൂടെ 2 പൗണ്ടേ ആകത്തുള്ളൂ കേട്ടോ. വീട്ടിൽ പോയി നേരെ അമ്മയെ വിളിച്ച് ബെഡിൽ കിടന്നതായാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് എണീക്കാമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് മണിക്കൂറുകൾ കഴിഞ്ഞ് 5:45 ഞാൻ എണീറ്റ് കുളിച്ച് ഫ്രഷായിട്ട് വന്നത് കേട്ടോ. കുളി കഴിഞ്ഞാൽ ഒരു വല്ലാത്ത കോൺഫിഡൻ്റ് ആണ്. അതുവരെയുള്ള ക്ഷീണമെല്ലാം എവിടെ കൂടെ പോകുമെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല കേട്ടോ. കുളിച്ചിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ചേച്ചി പുട്ട് ബിരിയാണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പുട്ട് ബിരിയാണിയും തൈരും ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളി സാധനമാണ്, ഭയങ്കര കോമ്പിനേഷനാണ്. പിന്നെ നമ്മൾ ബബ്ലുവിനെയും കുളിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ പതിവ് സ്പോട്ടായ ലോഞ്ചിൽ വന്നിരുന്ന് ചീട്ട് കളിക്കാൻ തുടങ്ങി. ഇത് ഞങ്ങൾക്ക് ഇവിടെ മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. വൈകിട്ടാകുമ്പോഴേക്കും എല്ലാവരും ഒരു റൗണ്ട് ചീട്ടുകളി കളിക്കും. അങ്ങനെ ഞാൻ തോറ്റ് തുന്നം പാടി ഗൈസ്. അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ തോറ്റാൽ നമ്മുടെ അക്ഷയും മോനും തോറ്റിരിക്കും. അങ്ങനെ അവനും നെക്സ്റ്റ് റൗണ്ട് തോറ്റ് ഞങ്ങൾ കളിയാക്കി കൊന്ന്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന്. നമ്മുടെ മെയിൻ താരം പുട്ട് ബിരിയാണി തന്നെയാണ്. അങ്ങനെ മാനസേട്ടൻ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാനും മാനസേട്ടനും കൂടെ നമ്മളൊരു ഗെയിം കളിച്ചേട്ടോ. ആ ഗെയിമിൽ ഞാൻ കുറേയൊക്കെ പൊട്ടി, കുറേയൊക്കെ ഞാൻ ജയിച്ചു. അത് ജയിച്ചതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. സമയം ഇപ്പോൾ വെളുപ്പിന് 3-4 മണിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരെ റൂമിൽ പോയി സ്കിൻ കെയറും